മഴയും ചക്കയും എല്ലാം ഒരുമിച്ച് വരുന്ന സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഞാൻ ദേ ആൻറ്റിയുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ചക്ക മുറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി ചക്കയൊക്കെ ഇട്ട് തന്നു. അപ്പോൾ ഇനി നേരെ ദേ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴേക്കും പെരുമഴയായിരുന്നു. അപ്പോൾ സ്റ്റീവും ഗ്രേസൊക്കെ ദേ അവിടെ ഇരിപ്പുണ്ട്. ഗ്രേസ് തൊട്ട് ഇങ്ങനെ ചാരുകസേരയിൽ ആടിക്കൊണ്ടേയിരിക്കുന്നു. സ്റ്റീവ് ആണെങ്കിൽ അപ്പാപ്പൻ്റെ കൂടെ കളിക്കണ തിരക്കിലാണ്. അപ്പം ഞങ്ങളവിടെ ഇരുന്ന് മഴയത്ത് കുശലം പറഞ്ഞങ്ങനെ ചിപ്സൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് മഴ കുറഞ്ഞു. അപ്പം ഉണ്ടല്ലോ മമ്മി ചക്കയും ബോട്ടി ഉണ്ടല്ലോ അതിട്ടിട്ടുള്ളൊരു കറിയൊക്കെ കൊണ്ടുവന്നു. അടിപൊളിയായിരുന്നു. അപ്പം ഇനി അധികം വൈകിക്കണില്ല, നേരെ വീട്ടിലേക്ക്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഫസ്റ്റത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഗ്രേസിൻ്റെ ബുക്സൊന്നും നമ്മൾ പൊതിഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. സ്കൂൾ തുടങ്ങാറായില്ലേ. അപ്പോൾ ഹെൽപ്പിന് ഗ്രേസ് ഉണ്ട് കേട്ടോ. അവളാണ് നെയിം സ്ലിപ്പ് ഞാനേ ഒട്ടിക്കും, അമ്മ ഒട്ടിക്കരുതെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. മുമ്പൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വെക്കേഷൻ തീരല്ലേ എന്നായിരുന്നു പ്രാർത്ഥന. ഗ്രേസൊക്കെ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഒന്ന് സ്കൂൾ തുറന്നാൽ മതി, പോയാൽ മതി, ഫ്രണ്ട്സിനെ കാണണം, അങ്ങനത്തെ ആ ഒരു ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സന്നചാരനും കൂടി ഹെൽപ്പിന് വന്നിട്ടുണ്ട്. അപ്പം ഇനി വേഗം നമ്മുടെ ബുക്ക് പൊതിയൽ പരിപാടികളെല്ലാം വേഗം തീർക്കണം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും സ്കൂളിലേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം റെഡിയാക്കിയോ പറയണം കേട്ടോ. അപ്പം അങ്ങനെ ഇനി ഇത് കഴിഞ്ഞിട്ട് മഴ നല്ല രീതിയിൽ ഒതുങ്ങി നിൽക്കുന്ന സമയമാണ്. പിന്നെ പുറത്ത് കുറച്ച് പണികളുണ്ട്, അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. പിന്നീട് ഇവിടെ കഷ്ടപ്പെട്ട് മാങ്ങകൾ പറിക്കൊണ്ടിരിക്കണ്ട. കാരണം ഈ മഴയത്തും കാറ്റത്തൊക്കെ ഇഷ്ടം പോലെ മാങ്ങയാണ് ഈ മാവിൻ്റെ മുകളിൽ നിന്ന് വീണോണ്ടിരിക്കുന്നത്. കുറേ മാങ്ങ വീഴും. ആക്ച്വലി കളയാൻ തോന്നല്ലേ, പക്ഷേ കളയാനും തോന്നുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പൊ പ്രത്യേകത എന്ന് പറഞ്ഞാലേ മാങ്ങ താഴത്ത് വീണ പുഴുവാണ്. താഴത്ത് വീണാ പുഴുന്നല്ല, പുഴു ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഏത് ഇത്ര മാങ്ങ പറക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മാങ്ങ 2 മാങ്ങയോ പുഴുവില്ലാത്ത കിട്ടും. നല്ലതായിരിക്കും കാറ്റത്ത് ഇങ്ങനെ എന്താ പറയാ, കാറ്റത്ത് വീണ ഇതായതുകൊണ്ട് നല്ലതായിരിക്കും വിചാരിക്കാം. ഇത്ര മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ മാങ്ങകളൊക്കെ പുഴു ഉണ്ടാവും. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ചെത്തി കാണിച്ചിട്ടുണ്ട്. എന്താണാവോ ഈ പുഴുവിനെ ഒഴിവാക്കാൻ വല്ല മാർഗമാണെങ്കിൽ പറയണേ. കാരണം ഇത്രയും മാങ്ങ നമുക്ക് ഉണ്ടായിട്ട് ഒന്നും കിട്ടാത്തൊരവസ്ഥ. പച്ചനെ പൊട്ടിച്ചാണെങ്കിൽ നമുക്ക് കിട്ടും, പഴുത്തിട്ട് വീണ മൊത്തം പുഴുവായിരിക്കും. ഇത് കാറ്റത്ത് വീണായതുകൊണ്ട് കുഴപ്പമുണ്ടാവായിരിക്കും ചേട്ടാ. അപ്പൊ ഈ മാങ്ങ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ പുഴുവിനെ ഒഴിവാക്കാൻ മരുന്നടിക്കാതെ വേറെ എന്തെങ്കിലും സൂപ്പർ മാങ്ങയുണ്ട്, നല്ല മണവും മധുരമുള്ള മാങ്ങ. മരുന്നടിക്കാണ്ട് നീ മാർഗം ഉണ്ടാവോ? മരുന്ന് വിഷം തന്നെ അടിക്കേണ്ടി വരും. ചിലരെന്തോ പറയണ്ടായിരുന്നു, കടയ്ക്ക് എന്തോ ഇട്ടാ മതി എന്നൊക്കെ. പുകച്ചാ മതി. അറിയില്ല.